നമ്മൾ അതുവരെ ഫുള്ളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്ടറി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. 2 സ്റ്റാഫാണ് അവിടെ നിന്നത്. ബാക്കി സ്റ്റാഫുകൾ മൊത്തം പോയി. അപ്പോൾ ഒരു 2 മാസം നമ്മൾ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് സ്ട്രഗ്ലിംഗ് തന്നെയാണ്. 97 തുടങ്ങിയ പ്ലാന്റ് പണി നിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 2022 കാലങ്ങളിൽ വന്ന ഈ കോവിഡിന്റെ സമയത്താണ്. പ്രോഡക്റ്റും ക്വാളിറ്റി എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. പപ്പ പണ്ട് പറയുന്നത് കഴിച്ചു നോക്കിയിട്ട് പൈസ തന്നാൽ മതി എന്നാണ്. ഒരു തവണ വന്ന് ടേസ്റ്റ് ചെയ്താൽ മാത്രം മതി നമ്മുടെ പിന്നീട് നമ്മുടെ കസ്റ്റമറായി മാറുകയോ ചെയ്യുന്നത്. ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ എടുക്കുന്നുള്ളൂ. ഫ്രൂട്ട് അല്ലാതെ ഒരു സാധനം നമ്മൾ അതിൽ വേറെ ആഡ് ഓൺ ഒന്നും നമ്മൾ അതിൽ ചെയ്യാറില്ല. നമ്മൾ പൾപ്പായിട്ട് മേടിക്കുന്നില്ല, ഫ്രൂട്ടായിട്ട് മേടിക്കുക. അതെ അതെ. ഇപ്പം ഞാൻ ഡിസൈൻ ചെയ്ത എമൗണ്ട് പറഞ്ഞാൽ ആ സൈക്കിളിൽ പോകുന്ന എന്തിനാ ബ്രാൻഡ് അങ്ങനെ ചെയ്യുന്നതെന്ന് എല്ലാവരും ചിന്തിക്കും. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. 80കളിലെയും 90കളിലെയൊക്കെ കുട്ടികൾക്ക് ഭയങ്കര നൊസ്റ്റാൾജിയുള്ളൊരു സൗണ്ടായിരുന്നു ഒരു മണിശബ്ദം. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് നമ്മൾ കാത്തിരിക്കും ഒരു ഐസ്ക്രീം വണ്ടി വരാനായിട്ട്. അല്ലെ, എൻ്റെ ഫേവറേറ്റ് നല്ല വൈറ്റ് കളറിൽ പാക്ക് ചെയ്തിരിക്കുന്ന സേമിയ ഐസ്ക്രീം ആയിരുന്നു. ഇത് മേടിക്കാനായിട്ട് കുടുക്കിയിൽ പൈസ സൂക്ഷിച്ച് വെക്കും. ഇത് മേടിക്കാനായിട്ട് അപ്പൻ്റെ കയ്യിൽ നിന്ന് കയ്യും കാലും പിടിച്ച് 5 രൂപയ്ക്ക് മേടിക്കും. ഇങ്ങനൊരു ബാല്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ ഒരു ബാല്യത്തിന് നമുക്ക് പിന്നീട് കിട്ടുന്നത് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് സെൻ്ററായിട്ട് കൊച്ചിയുടെ പല സ്ഥലങ്ങളിൽ ഒരു ബ്ലൂ കളറിൽ വന്ന പെനി ഐസ് ക്യാൻഡി എന്ന ബ്രാൻഡിലൂടെയാണ്. ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയും വളരെയധികം അഭിമാനത്തോടു കൂടിയും ഞാൻ അതിൻ്റെ ഇപ്പോഴത്തെ ജനറേഷനിലെ സാരഥി പുന്നൂസൂട്ടിനെയാണ് ഇന്ന് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. പുന്നു, സ്വാഗതം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക്. നല്ല വെറൈറ്റി പേര്, പുന്നൂസ് കുട്ടി ചെറിയൻ അല്ലേ? പുന്നൂസ് കുട്ടി പി ചെറിയൻ. ഈ ജനറേഷനിലെ ആൾക്കാർക്ക് അത്ര കേൾക്കാത്തൊരു പേര് ഇല്ല, പൊതുവേ ഇല്ല. ഞാൻ പുന്നൂസ് എന്ന് കേട്ടിട്ടുണ്ട്, പുന്നൂസ് കുട്ടി പി അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല. വല്യപ്പച്ചൻ്റെ പേരാണ് അത്. നമുക്കങ്ങ് ഇട്ടു, അത് അമ്മച്ചി ഇട്ടതാണ്. അത് കുട്ടിയും കൂടെ ചേർത്ത് ഇട്ടപ്പോൾ പുന്നൂസ് കുട്ടി എന്നുള്ള പേരായി. ചെറിയാനായി. നാട് കോട്ടയമാണ്. നാട് കോട്ടയം കുറിച്ചിയാണ് സ്ഥലം. ഇപ്പം എറണാകുളത്ത് സെറ്റിൽഡ് ആയി. ഇപ്പൊ ഒരു എറണാകുളത്തെ വരത്തനായിരുന്നല്ലേ? അതെ അതെ. ലൈഫ് എങ്ങനെ പോണു എറണാകുളത്ത്? എറണാകുളം ഇപ്പോൾ ഒരു 3 ഇയർ 3.5 ഇയർ മാത്രമേ ആയിട്ടുള്ളൂ. അതുവരെ വന്നും പോയും പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും പറയും, ഞാനും വിചാരിച്ചിരുന്നു പെനി എന്ന് പറയുന്നൊരു ബ്രാൻഡ് പെട്ടെന്ന് ബൂം ചെയ്ത കോവിഡിന് ശേഷം ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടായതുപോലെ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ആയതാണെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇത്രയും വർഷത്തെ ചരിത്രം, ഏകദേശം ഒരു 30 വർഷത്തിനടുത്തുള്ള ഒരു പാരമ്പര്യം പറയാനുള്ള ഒരു ബ്രാൻഡാണ് പെനി എന്ന് മനസ്സിലാകുന്നത്. സ്വാഭാവികമായിട്ടും പപ്പ തുടങ്ങിയ ബിസിനസ്സാണ്. എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കം? പപ്പ 97 ജാനുവരി 2-ാം തീയതിയാണ് പപ്പ വീട്ടിൽ തുടങ്ങുന്നത്. വീടിനോട് ചേർന്നിട്ടുള്ള സൈഡിൽ തന്നെ ഒരു ചെറിയൊരു സ്പേസിൻ്റെ അകത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ പേരെന്ന് പറയുന്നത് പെനി ഐസ് പ്ലാന്റ് എന്നായിരുന്നു നമ്മുടെ പേര് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മധുരയിൽ നിന്ന് ഒരു സെക്കൻഡ് പ്ലാന്റ് ഫുള്ളായിട്ട് മേടിച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്തതാണ്. അന്നുള്ള ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് നമുക്കുള്ളത് ഓറഞ്ച്, പൈനാപ്പിൾ, ഗ്രേപ്പ്, അല്ലെങ്കിൽ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഓറഞ്ച്, പൈനാപ്പിൾ, മുന്തിരി, ബോൺപിറ്റ കേക്ക്, സേമിയ, ഒരു 5 ഫ്ലേവർ അല്ലെങ്കിൽ 6 ഫ്ലേവേഴ്സ് ആയിരുന്നു നമുക്ക് അന്ന്. ഫ്രൂട്ട് സലാഡ് 6 ഫ്ലേവേഴ്സ് ആയിരുന്നു നമ്മൾ അന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. ഫ്രൂട്ട് സലാഡ് എന്നൊക്കെ പറയുന്നത് ഇന്നിപ്പോൾ അത് ക്യാൻഡി വലുപ്പത്തിലായി. അന്ന് ഒരു സ്ക്വയർ ടൈപ്പ് പ്ലാസ്റ്റിക് കവറിലായിരുന്നു നമ്മളത് ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. അതെ, അതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമല്ല. അന്ന് തൊട്ടും പപ്പായി മാത്രമല്ല, പപ്പായും മമ്മിയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളന്ന് എന്നെ സംബന്ധിച്ച് നമുക്ക് 7 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സേ ഉള്ളൂ. നമ്മളത് മീൻസ് പ്ലാന്റ് ഫുൾ ടൈം റണ്ണിങ് ആണെങ്കിൽ പോലും നമ്മളത് കയറി ഇറങ്ങിയാണ് നമ്മളതിൻ്റെ അകത്ത്. അന്ന് തൊട്ട് നമ്മളതിൻ്റെ അകത്ത് ഞാനും ചേച്ചിയും ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതെ അതെ. അന്ന് വേണേൽ പറയാം, നമുക്കിപ്പം ശനി ഞായറും ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസങ്ങളിൽ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി കയറാറുണ്ട്. പപ്പയുടെ ഫാദറും അതിൻ്റെ അകത്ത് കയറാറുണ്ട്. പോക്കറ്റ് മണി തരുമോ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അതിനോട് തന്നെ അനുബന്ധിച്ച് ഉച്ചയ്ക്ക് ഒരു കഴിക്കാനായിട്ട് ചിലപ്പോൾ പപ്സ് ആയിരിക്കാൻ മേടിച്ച് തരുന്നത്, അല്ലെങ്കിൽ ഒരു നമ്മുടെ എന്താ പറയുന്ന മറ്റേ അണ്ടിപ്പരിപ്പിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്, അതായിരിക്കാം തരുന്നത്. അതുവരെ അന്നേരം നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഐസ് പ്ലാന്റിൽ നിന്ന് നമുക്ക് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നോ, അതോ നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ സൈക്കിളും കൊണ്ട് വന്ന ആൾക്കാർ മേടിച്ചിട്ട് പോകുന്നതായിരുന്നു? എങ്ങനെയായിരുന്നു ഒരു ബിസിനസ് മോഡൽ? ഇത് നമ്മൾ കൊടുക്കുന്നത് സൈക്കിളുകാർക്കായിരുന്നു ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കൂടുതലും ശനി ഞായറിൽ മാത്രമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഗ്രാജുവലി അവധി ദിവസം ഉള്ളപ്പം പിന്നെ അതും കൂടുതലായിട്ട് ആൾക്കാർ വരും. ഒരു 10, 12, 14 പേര് 12 പേര് നമുക്ക് റെഗുലറായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതും ഈ എബൌട്ട്
കുറച്ചും കൂടെ പ്രായമുള്ള ആൾക്കാരായിരിക്കും, 45, 50, 55 വയസ്സുള്ള ആൾക്കാരാണ് അത് പൊക്കോണ്ടിരിക്കുന്നത്. കോട്ടയത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറിച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമാണ് നമ്മളത് കൊടുത്തോണ്ടിരുന്നത്. കുറിച്ചിക്കപ്പുറം അടിപൊളിയായിട്ട് നടത്തിക്കൊണ്ട് വന്നു. അതെ, പപ്പായും മമ്മിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 2012 വരെയും പപ്പായും മമ്മിയാണ് അത്. 12 അല്ല, 15, 17 കുറിച്ചിന്ന് നമ്മൾ റീസെൻ്റ്ലിയാണ് നെല്ലാട് ഇൻഫ്രാ പാർക്കിലോട്ട് നമ്മൾ മാറുന്നത്. 3 വർഷമായിട്ടുള്ളൂ. അതുവരെയും പപ്പായും മമ്മി അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരുന്നു. അവരുടെ ഒരു ബിസിനസ് ആയിരുന്നു. അതെ, അത് പിന്നെ വളരെ സുരക്ഷിതമായ കാര്യങ്ങളിലേക്ക് പയ്യെ ഏൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഈ പെനി എന്ന് പറയുന്ന പേര് വെച്ചാൽ നമ്മൾ ഓരോ പേരിടുമ്പോൾ ഓരോ കാരണങ്ങൾ ഉണ്ടാവും. പെനിയുടെ റീസൺ എന്തായിരുന്നു? പെനി എന്ന് പറഞ്ഞ പേര് എവിടെ നിന്ന് കിട്ടിയതാ? പെനി എന്ന് പറയുന്നത് ഒരു ബൈബിളിന്റെ നെയിമാണ്, പെനിനായും ഹന്നായും. അപ്പൊ അതിന്റെ അകത്തുനിന്നുള്ള ചേച്ചിയുടെ പേരാണ് പെനിന എന്ന് പറയുന്ന പേര്. അതിൽ നിന്നാണ് പെനി എന്നുള്ളത് ഷോർട്ട് വരുന്നത്. അത് പെനിന ഐസ് പ്ലാന്റ് എന്ന് എഴുതാൻ മേലാത്തത് കൊണ്ട് ബോക്സിൽ എഴുതി വരുമ്പോഴത്തേക്കിന് അതിൽ പെനി ഐസ് പ്ലാന്റ് എന്നുള്ള എഴുതാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പെനി ഐസ് പ്ലാന്റ് എന്നുള്ളത്, എഴുത്തുകാരനാണ് അത് പെനി ഐസ് പ്ലാന്റ് എന്നാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെനിന തന്നെ കിട്ടാനേ. അതെ അതെ, പെനിന എന്നുള്ളത് ഫാക്ടറിക്ക് നമ്മൾ പേരിട്ടു. പെനി എന്നുള്ള പേരാണ് ബ്രാൻഡ് നെയിമിൽ വരുന്നത്. ഇപ്പം പുന്നൂസുട്ടി എന്താ പഠിച്ചത്? അപ്പോൾ ഞാൻ BCom ആണ് പഠിച്ചത്. ബസോലിസിൽ BCom കഴിഞ്ഞു 2012. അതിനുശേഷം ഞാൻ ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്ത് ബിസിനസ്സിലുണ്ട്. പഠിക്കുന്ന കാലത്തും നമ്മൾ ബിസിനസ്സിലുണ്ട്. എക്സ്പാൻഷൻ്റെ ആ സമയത്ത് കുറച്ച് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. നമ്മളതിൽ ഇൻവോൾവ് ആണ്. അന്ന് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് സൈക്കിളുകാർ വരാൻ തുടങ്ങി. നമ്മൾ അവർക്ക് സപ്ലൈ കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ കോളേജിൽ പോകുമ്പോൾ നമ്മളിത് സപ്ലൈ ചെയ്തിട്ടാണ് കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് കുറച്ചും കൂടെ നമ്മൾ ഇൻവോൾവ് ആവുന്നത്. അതെ, ഈ 2012 ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 21-22 വയസ്സേ ഉണ്ടാവും. തീർച്ചയായിട്ടും 21 വയസ്സ് അത്രേ ഉള്ളൂ. എപ്പോഴും നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അത് നശിച്ചു പോയാലും നമ്മുടെ തലയിലേ ഉള്ളൂ. നന്നായി കഴിഞ്ഞാലും നമുക്കാണ് അതിൻ്റെ ഗുണങ്ങൾ വരുന്നത്. പക്ഷെ നമ്മുടെ അപ്പൻ തുടങ്ങിയൊരു ബിസിനസ് ചീത്തപ്പേരില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. ഇപ്പോൾ ഈ 21 വയസ്സുകാരൻ്റെ തലയിലേക്ക് കിട്ടുന്നത് അത്രയും വലിയൊരു റിസ്ക് ആണ്. ഈ റിസ്ക് അങ്ങ് ഏൽപ്പിച്ചപ്പോൾ പപ്പ എന്നാ പറഞ്ഞു? അങ്ങനെ ഒരു റിസ്ക് ഏൽപ്പിക്കുന്നതായിട്ടുള്ള രീതിയിലൊന്നും നമ്മൾ വന്നിട്ടില്ല. നമ്മളും അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പപ്പായുണ്ട്, മമ്മിയുണ്ട്. തുടങ്ങിയ കാലത്ത് തൊട്ടേ നമ്മൾ പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് 100% ഷുഗർ എന്നുള്ളതാണ് നമ്മുടെ ബോക്സിൽ നമ്മൾ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായിരുന്നു അന്നത്തെ ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പറയുന്നത്. 100% ഐസ് ഷുഗർ. പണ്ട് അത് ഷുഗറിന് പകരം വേറൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 100% ഷുഗർ എന്നുള്ളത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അന്ന് കൊടുത്തുകൊണ്ടിരുന്നൊരു സാധനം. കെമിക്കലൊന്നുമില്ല, ഷുഗറാണ്, പഞ്ചസാരയാണ്. അന്ന് വേറൊരു പേര് കാണും. അപ്പം അതുകൊണ്ടായിരിക്കാം എല്ലാ ബോക്സിലും തെർമോക്കോൾ ബോക്സിന്റെ അകത്ത് നമ്മളൊരു ബോക്സ് പോലെ ഉണ്ടാക്കി ഒരു കോർണറിൽ എഴുതി വെക്കും 100% ഷുഗർ. ഇതാരും അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാവരും ഷുഗർ ഫ്രീ ആയിരുന്നല്ലേ? അതെ. അപ്പം അന്ന് തൊട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ്. നല്ലതായിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുന്നത്. പാല് തന്നെയാണ്. ഇപ്പോൾ ഫ്രൂട്ട് സലാഡിൻ്റെ അകത്തായാലും സേമിയയ്ക്കകത്തായാലും നമ്മൾ കൊടുക്കുന്നത് പാല് തന്നെയാണ് കൊടുക്കുന്നത്. അതിലൊരു ഇപ്പോൾ ഫ്രൂട്ട് സലാഡിൻ്റെ അകത്ത് നമ്മൾ പറയുമ്പം അപ്പച്ചനാണ് അതിൻ്റെ അകത്ത് പൈനാപ്പിളും ചെറിയും ഇട്ട് വെക്കുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് അത് ഒഴിച്ചു കൊടുക്കുമ്പം, അതായത് പപ്പായുടെ ഫാദറാണ് അത് ചെയ്തു വെക്കുന്നത്. അതിനൊരു എണ്ണം ഉണ്ട്. ആ എണ്ണം വരെ അപ്പച്ചൻ അത് എടുത്ത് വെക്കും. അത് മമ്മി വന്ന് സീൽ ചെയ്ത് നമ്മളത് വെച്ച് കൊടുക്കും. ഇത് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴും പപ്പ അന്നും പ്രോഡക്റ്റും ക്വാളിറ്റി എന്ന് പറയുന്ന സാധനത്തിനകത്ത് കൊടുക്കുന്നുണ്ട്. പപ്പ ഒരു കോംപ്രമൈസും ഇല്ല ആ കാര്യത്തിൽ. അതാണ് നമ്മൾ ഇന്നും അത് തന്നെയാണ് നമ്മൾ കൂടുതൽ നന്നാക്കാൻ മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇന്നാണെങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ പ്രോഡക്റ്റിൻ്റെ അകത്ത് നമ്മൾക്ക് മിൽക്കും ബട്ടർ മാത്രമാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ക്രീം പേസ്റ്റിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത് മിൽക്ക് പ്ലസ് ബട്ടർ, കൗ ബട്ടർ തന്നെയാണ് അതും കൊടുക്കുന്നത്. അത് നമ്മൾ ഇന്നും കുറച്ചും എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും. ഇപ്പം ആർട്ടിഫിഷ്യൽ കളറില്ല, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഇല്ല. അതും കൂടെ നമ്മളിപ്പം പുതിയതായിട്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ പുതിയതായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ഫ്രൂട്ട് പൾപ്പാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. എസൻസും നമ്മൾ ഉപയോഗിക്കുന്നത് കുറവാണ്. പൾപ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നീട് വലിയൊരു മാറ്റം ഉണ്ടാകുന്നത് ഈ പറയുന്ന സൈക്കിളുകാരെ ഒരു സൈഡിലുണ്ടെങ്കിലും അതിനെ ഒരു ഔട്ട്ലെറ്റ് ആയിട്ട് മാറ്റാമെന്നും വേറൊരു രീതിയിൽ ഇതിനെ ബ്രാൻഡിങ് ചെയ്യാമെന്നും വേറൊരു രീതിയിൽ ഇതിൻ്റെ സെയിൽ കൊണ്ടുവരാമെന്നുമുള്ള പുന്നൂസുട്ടിയുടെ ആ ഒരു വിഷനിൽ നിന്നാണ്. ആ ഒരു തോട്ട് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഇപ്പം ഞാനും നമ്മുടെ സുഹൃത്തും കൂടെ ബിജിൻ എന്ന് പറയും, ഞാനും സുഹൃത്തും കൂടെ ഫ്രീക്വൻ്റ്ലി നമ്മൾ എറണാകുളം വന്ന് പോകാറുണ്ട്. ഇപ്പം
നമ്മൾ ഫ്രീക്വൻ്റ് ഇങ്ങനെ എറണാകുളം വന്ന് പോകുമ്പോഴും ഇങ്ങനെ നമ്മൾ സംസാരിക്കാറുണ്ട്, ബ്രാൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം, നാളെ എന്ന് പറയുന്നൊരു സാധനം ഇതൊക്കെയാണ്. അങ്ങനെ ഒരു പറയുന്ന തോട്ടിൽ നിന്നാണ് നമ്മൾ എറണാകുളത്ത് ഈ പെനി ഐസ് പ്ലാന്റിനെ പെനി ഐസ് ക്യാൻഡി ആയിട്ട് നമ്മൾ മാറ്റുന്നത്. അത് 2015 നമ്മളിത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നു, അതിൻ്റെ ബ്രാൻഡിങ് ആയിട്ട് ചെയ്യുന്നു. നിലവിൽ നമ്മളത് പൗച്ചാക്കി കൊണ്ടുവരുന്നു. പിന്നീട് നമ്മളത് പൗച്ചിൻ്റെ ഒരു മിഷൻ മേടിച്ച് പൗച്ചിലാണ് നമ്മളത് 2015 ശേഷം നമ്മൾ പൗച്ചിലാണ് കുറച്ച് ഫ്ലേവേഴ്സ്, ചോക്ലേറ്റ്, പിസ്ത, റോസ് മിൽക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഫ്ലേവേഴ്സും കൂടെ നമ്മൾ ആഡ് ഓൺ ആക്കുന്നു. കുറച്ചും കൂടെ വിപുലീകരിച്ച് നമ്മൾ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടാണ് പൗച്ച് വരുന്നത്. നമ്മളതൊരു 2021 വരെയും ഇന്ന് കാണുന്ന ബ്രാൻഡ്, ഇന്ന് കണ്ടിരിക്കുന്ന നമ്മുടെ ആ ഫോണ്ടും കാര്യങ്ങളും എല്ലാം 2015 തന്നെ രജിസ്റ്റർ ചെയ്തതാണ്. അതായത് 2015 തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന എന്താണോ, ഇപ്പം പെനിന്ന് എഴുതിയിരിക്കുന്ന ക്യാൻഡിക്കകത്ത് പി ആണ് തിരിച്ചെഴുതിയേക്കുന്നത്. അത് അന്ന് 15 തന്നെ അവർ ചെയ്തു തന്ന ഡിസൈനാണ്. അതിലൊരെണ്ണം പോലും നമ്മൾ മാറ്റാതാണ് 2015 ചെയ്ത അതേ ഡിസൈൻ. അപ്പൊ നമ്മുടെ വിഷൻ നമ്മൾ അന്നേ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതെ, തീർച്ചയായിട്ടും. ഫ്യൂച്ചറിൽ നമ്മൾ ഇങ്ങനെ ഈ ഡിസൈനില്, ഈ രീതിയില്, ഈ കളർ പാലറ്റില് നമ്മുടെ ബ്രാൻഡ് പുറത്തിറങ്ങണമെന്ന് നമ്മൾ അന്നേ ഡിസൈൻ ചെയ്ത്. അതെ, നമ്മുടെ കൂടെ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട് ഉണ്ട്, ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ പോകണം. ഇന്നത്തെ കാണുന്ന നമ്മുടെ റെഡ് ഒരു ടീഷർട്ട് ഉണ്ട്, അത് അന്നേ ഡിസൈൻ ചെയ്ത സാധനമാണ്. പ്ലസ് നമ്മുടെ ലോഗോ ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഇന്ന് കാണുന്ന പാക്കിംഗ് കവറിൻ്റെ അകത്ത് ചെറിയൊരു ചേഞ്ചസ് മാത്രമേ നമ്മൾ വരുത്തിയിട്ടുള്ളൂ. ഒരു ബ്ലൂ ലൈൻ വരുന്നത് മാത്രമേ നമ്മൾ വരുത്തിയിട്ടുള്ളൂ. അല്ലാതെ ഒന്നും നമ്മൾ അതിൻ്റെ അകത്ത് ഒന്നും ചെയ്തിട്ടില്ല. അന്ന് കണ്ട സ്വപ്നത്തെയാണ് ഇപ്പൊ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. ഈ ആദ്യത്തെ ഔട്ട്ലെറ്റ് എന്നിട്ട് ഏത് വർഷമാണ് വരുന്നത്? 2021 വരുന്നത്. 2021 എറണാകുളത്ത്. ഇപ്പൊ കോട്ടയത്ത് തുടങ്ങാൻ നേരെ എറണാകുളം ചൂസ് ചെയ്യാനുള്ള കാരണം തന്നെ? എറണാകുളം കോട്ടയത്ത് ഒരു സ്പേസ് നോക്കിയിരുന്നു, ചെറിയൊരു സ്പേസ്, ശാസ്ത്ര റോഡിലൊരു ചെറിയ സ്പേസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല, ചെയ്തില്ല. നമ്മുടെ നിമിത്തം എറണാകുളത്ത് ചെയ്യാനായിരുന്നു. ഈ ഒരു തലത്തിലേക്ക് വന്നപ്പോൾ ആളുകൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു ബിസിനസ് ഒരു റിസ്ക് ആണല്ലോ. ഈ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവനാണ് കച്ചവടക്കാരനാവത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഇതിനകത്ത് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് അതുവരെ നമുക്കൊരു ഫിക്സഡ് കോസ്റ്റ് ഇല്ല. ആൾക്കാർ സൈക്കിളിൽ വരുന്നു, അവർ മേടിച്ചുകൊണ്ട് പോകുന്നു, ശനി ഞായർ മാത്രമേ ഉള്ളൂ, വിൽക്കുന്നു, അല്ലെങ്കിൽ വിശേഷ അവധി ദിവസങ്ങളിലേ ഉള്ളൂ, തിരിച്ചു വരുന്നു. അവിടെ നിന്നും നമ്മളൊരു ഫിക്സഡ് കോസ്റ്റ് എല്ലാ മാസവും ഉള്ളൊരു കാര്യമാണ് ഉണ്ടാക്കി വെക്കുന്നത്. റെന്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആദ്യം കൊടുക്കണം, റെന്റ് ഉണ്ട്, കറണ്ട് കാശുണ്ട്, സാലറി ഉണ്ട്, എല്ലാം കൂടി വരികയാണ്. അപ്പം ഇതിന് വലിയ റിസ്ക് ആയിരുന്നു. ഫാക്ടറി നമ്മൾ റൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടെ. അവിടം വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊരു കടയിടുന്നു, കടയ്ക്കകത്ത് വരുന്ന ഫ്ലേവേഴ്സ് ആണെങ്കിൽ പോലും നമ്മളത് സെല്ല് ചെയ്തുകൊണ്ടിരുന്ന ഫ്ലേവേഴ്സാണ്. അതിന് കുറച്ചും കൂടെ ഒന്നും നമ്മൾ പോളിഷ് ചെയ്തിട്ടാണ് നമ്മളത് അതിലോട്ട് വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് മാംഗോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കുറച്ച് ഫ്ലേവേഴ്സ് എല്ലാം നമ്മൾ അന്ന് തന്നെ പൾപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പം നമ്മളത് പൾപ്പ് ഡയറക്റ്റ് എടുക്കാതെ നമ്മൾ തന്നെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള പൾപ്പുകളാണ് നമ്മളിപ്പോൾ ഇന്നിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒരു 80-90% പ്രോഡക്റ്റുകളും നമ്മൾ തന്നെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് എക്സാമ്പിൾ നമുക്ക് ചിക്കു പറയാം, ആവക്കാഡോ പറയാം, അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ തന്നെ അതിനെ പൾപ്പ് പ്രോസസ്സിലോട്ടാക്കി നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഈ കുറിച്ചിയിലെ പ്ലാന്റിൽ നിന്നും നെല്ലാടേക്ക് വരുന്നത് നമ്മുടെ ലൈഫിന്റെ വലിയൊരു ചേഞ്ച് ആയിരുന്നു. അതൊരു ചേഞ്ചിൽ നിന്നാണ് നമ്മൾ കുറിച്ചിയിൽ നിന്ന് നമ്മൾ വരുന്നത്, വലിയൊരു ചേഞ്ചിൽ നിന്നാണ് നമ്മൾ നെല്ലാട് വരുന്നത്. അവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതിനോടനുബന്ധിച്ച് നമ്മൾ ഫാക്ടറി, ഇപ്പം നമ്മളൊരു ചെറിയൊരു ഫാക്ടറിയിലോട്ടാണ് നമ്മളൊരു ചെയ്തു വരുന്നത്. അതിനുശേഷം നമ്മൾ എക്സ്പാൻഷൻ ചെയ്യുന്നു. അപ്പം ആ ഒരു നമ്മുടെ എന്താ പറയുക സ്ട്രഗ്ലിങ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളത് പെയിൻഫുള്ളായിട്ട് തന്നെയാണ് അത് അവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, കടന്നു പോയത്. ഈ നമ്മുടെ ഈ ഔട്ട്ലെറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നു, നിറയെ ആളുകൾ വരുന്നു, എല്ലാ കച്ചവടക്കാരും അങ്ങനെയായിരിക്കും സ്വപ്നം കാണുന്നത്. ആദ്യത്തെ മാസം തന്നെ ബ്രേക്ക് ഈവൻ ആകുന്നു. ഈ സ്വപ്നങ്ങളൊക്കെ ആദ്യത്തെ മാസം തന്നെ നടന്നോ? അതൊരു എന്താ പറയുക, ഒരു നിമിത്തം പോലെ. ഇപ്പം ആദ്യത്തെ ദിവസം എനിക്ക് തോന്നുന്നൊരു വെനസ്ഡേയോ ഫ്രൈഡേ എങ്ങാണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫ്രൈഡേ ആയപ്പോഴാണ് നമ്മളത് ഇനാഗുറേഷനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനാഗുറേഷൻ്റെ അന്ന് തന്നെ ഇപ്പോൾ ഇവിടുത്തെ ഇന്നിപ്പോൾ ആളില്ല, പുള്ളിയുടെ ഒരു വീഡിയോ വന്ന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടല്ല പുള്ളി വരുന്നത്. പുള്ളി വരുന്നു, നമ്മുടെ ആ വീഡിയോ എടുക്കുന്നു, പുള്ളി ഒരു വെനസ്ഡേ വിളിച്ച് പറയുന്നു, പുള്ളി അത് അപ്പ് ചെയ്യുമെന്ന് പറയുന്നു. രാഹുൽ അല്ലേ? അതെ, പുള്ളി തന്നെ. പുള്ളി പറയുന്നു, അത് അപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് മന്തോ സെക്കൻഡ് മന്തോ ബ്രേക്ക് ഇവൻ ആയി കഴിഞ്ഞത്. നമ്മൾ പ്രൂവ് ചെയ്തു. അത്
ആൾക്കാർ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ നിൽക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ കുറിച്ചിന്ന് നമ്മുടെ കാറിൽ തന്നെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊടുക്കുന്ന സാധനം ഒരു 8 o'clock കൊടുക്കുന്ന സാധനം ഒരു 10 o'clock 10:30 ആയപ്പോൾ പിന്നെ അത് തീർന്നു പോകും. പിറ്റേ ദിവസം രാവിലെയും പിന്നെയും നമ്മൾ കോട്ടയത്ത് നിന്ന് തന്നെ അത് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കടയിൽ ക്യൂ നിന്നിട്ടുണ്ട്. അതൊരു അതിനുശേഷം ഒരു ലോക്ക്ഡൗണും കൂടെ വരുന്നുണ്ട്. നമ്മൾ തുടങ്ങുന്ന ഒരു മാർച്ചിലാണ്, അതിനുശേഷം ഒരു ലോക്ക്ഡൗൺ വരുന്നുണ്ട്. നമ്മളത് ഹോം ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിന് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ സെക്കൻഡ് ഔട്ട്ലെറ്റ് വരുന്നത്. അതൊരു എന്താ പറയുന്നത്, ഒരു വീക്ക് മാത്രമേ ഉള്ളൂ ഒരു സെയിൽ ഇങ്ങനെ സ്ലോ ഡൗൺ വന്ന്. ഒരാളെ സംബന്ധിച്ചും ഒരിക്കലും ഓവർകം ചെയ്യാനുള്ളൊരു ഇതുണ്ടാകും. അത് ഓവർകം 100% നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്നത്, അന്ന് നമ്മൾ ഡെലിവറി ചെയ്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 15 ഫ്ലേവേഴ്സാണ്. അന്ന് ഓറഞ്ച് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഗ്രേപ്പ് ഉണ്ട്, സേമിയ ഉണ്ട്, ഫ്രൂട്ട് സലാഡ് ഉണ്ട്, വാട്ടർ ബേസ്ഡ്, മിൽക്ക് ബേസ്ഡ്, ക്രീം ബേസ്ഡ് ആണ് അന്ന് 3 സ്റ്റേജ് ഉള്ളത്. അതിൻ്റെ അകത്ത് മാംഗോ ഉണ്ട്, അങ്ങനെ കുറച്ച് ഫ്രൂട്ട് ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ അറ്റൻഷൻ തന്നെയായിരുന്നു നമുക്ക്. ഈ 2015 ഈ യാത്ര തുടങ്ങിയിട്ട്, ഓൺട്രപ്രണർഷിപ്പ് യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 10 വർഷം കഴിഞ്ഞു കൃത്യം. അതെ. ഈ 10 വർഷത്തിനിടയ്ക്ക് ലൈഫിൽ ഏറ്റവും ഒരു ചലഞ്ച് എന്തായിരുന്നു ബിസിനസ്സിലെ? ചലഞ്ച് എന്ന് പറയുന്ന സാധനം നമുക്ക് എപ്പോഴും കൊറോണ തന്നെയാണ് നമുക്ക് ചലഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ സൈഡിൽ നിന്നായിരുന്നു, ആ ഒരു കോട്ടയം സൈഡായിരുന്നു ആദ്യത്തെ ലോക്ക്ഡൗൺ വരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഒരാൾ അതിലെ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ്, ജർമ്മനിയിൽ നിന്ന് വന്ന, അതെ, ഇറ്റലി എങ്ങാണ്ട് വന്ന് ഇറ്റലിയിൽ നിന്ന് റൂട്ട് മാപ്പ് കോട്ടയത്തിൽ എല്ലായിടത്തും പുള്ളി പോയിട്ടുണ്ട്. അപ്പം അതൊരു ചലഞ്ച് തന്നെയായിരുന്നു. അത് ഞാൻ ഇപ്പോഴും മാർച്ചിലായിരുന്നു അത് വരുന്നത്. നമ്മൾ അതുവരെ ഫുള്ളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്ടറി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനുശേഷം 2 സ്റ്റാഫാണ് അവിടെ നിന്നത്. ബാക്കി സ്റ്റാഫുകൾ മൊത്തം പോയി. മാർച്ച് 12 or 14 കണ്ടാന്ന് തോന്നുന്നു അവർ പോകുന്നു. 21 കണ്ടാന്ന് തോന്നുന്നു ലോക്ക്ഡൗൺ വരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ സ്റ്റാഫ് മൊത്തം പോയി. അപ്പോൾ ഒരു 2 മാസം നമ്മൾ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് സ്ട്രഗ്ലിംഗ് തന്നെയാണ്. 97 തുടങ്ങിയ പ്ലാന്റ് പണി നിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 2022 കാലങ്ങളിൽ വന്ന ഈ കോവിഡിന്റെ സമയത്താണ്. അതേ സമയത്ത് നമുക്ക് ഓഫ് സീസൺ എന്ന് പറയുന്നൊരു സമയമുണ്ട്. അതിൽ ഒരിക്കലും നമ്മൾ റണ്ണിങ് അല്ല. ഇപ്പം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, പിന്നെ ഒരു ഓണത്തിനോടനുബന്ധിച്ചാണ് സീസൺ മാറി വരുന്നത്. ആ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ കമ്പനി. ആ സമയം അത്രയും 3 മാസം 4 മാസം എപ്പോഴും കമ്പനി ക്ലോസ്ഡാണ്. ഈ പെനി ക്യാൻഡി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നമ്മളൊരു ട്രെൻഡ് കൊണ്ടുവന്നു. ആ ട്രെൻഡിനൊപ്പം സമൂഹം മുഴുവൻ മാറുകയാണ്. എന്തുകൊണ്ടായിരിക്കും പെനി ക്യാൻഡി ഇത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് ഇത്രയും പോപ്പുലറായിട്ട് മാറാനുള്ള ഒരു സാഹചര്യം? അതിൻ്റെ ഒരു സാധ്യത എന്നുള്ള രീതിയിൽ പുന്നുസുട്ടിക്ക് എന്താ തോന്നിയിരിക്കുന്നത്? ഒന്ന്, ഇതിൻ്റെ കളറ്. ഇതെല്ലാം ആണെങ്കിൽ പോലും കഴിക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ അന്നും ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയായിരിക്കാം അറ്റൻഷൻ എന്ന് എനിക്ക് തോന്നുന്നത് 100%. പിന്നെ നമ്മുടെ എന്താ പറയുന്ന ഔട്ട്ലെറ്റിൻ്റെ ഒരു മെയിൻ്റെനൻസ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടുള്ളത് തന്നെയാണ് ഇൻറ്റീരിയർ ചെയ്തത്. ഡിസൈൻ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. ഇത് ബോർഡ് ചെയ്തത് നമ്മുടെ ഏറ്റവും അടുത്ത ആൾ തന്നെയാണ്. ഇവരെല്ലാവരും നമുക്ക് അതിനോടനുബന്ധിച്ച് കൂടി വന്ന ആ ടീം. നമ്മളിതെല്ലാം എനിക്ക് 5 വർഷവും 8 വർഷവും പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് ഇവരെല്ലാം. ഇപ്പോൾ ലോലിപോപ്പ് സ്റ്റാൻഡ് നമ്മൾ ചെയ്യുന്നത് അന്ന് ഡിസൈൻ ചെയ്ത ആളല്ല പിന്നീട് വന്നത്. പുള്ളിയുടെ ക്രിയേറ്റീവ് നിന്ന് വരുന്ന ഒരു സാധനമാണ് ലോലിപോപ്പ് ഡിസൈൻ ചെയ്യുന്നത്. ഇവരെ എല്ലാം നമുക്കൊരു 3 വർഷം 5 വർഷം 8 വർഷം പരിചയമുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം നമ്മളെ അറിയാം, നമ്മുടെ ടേസ്റ്റും അവർക്കറിയാം. അതെപ്പോഴും ഒരു കണക്റ്റഡ് തന്നെയാണ്. ആ ഒരു സർക്കിൾ ഭയങ്കര കണക്റ്റഡ് ആണ്. അതെ, ഇന്ന് ആ സർക്കിൾ ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പണ്ട് നമ്മൾ കുറിച്ചിയിൽ ഈ പെനി വിറ്റിട്ട് അന്ന് മേടിച്ച ആരെങ്കിലും ഇവിടുത്തെ ഷോപ്പിൽ വന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ വല്ല സ്റ്റോറീസ് ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും. അന്ന് നമ്മുടെ അവിടെ സൈക്കിളിൽ പോകുന്ന ആൾക്കാർ റെഗുലറായിട്ട് മേടിക്കുന്നത് ഇപ്പോൾ സേമിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും പേട്ട അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അതൊരു അവർക്ക് എന്ത് നൊസ്റ്റാൾജി ആയിരിക്കും. അതെ അതെ, തീർച്ചയായും. അത് നമുക്ക് എപ്പോഴും ഒരു സന്തോഷം തരുന്നൊരു ബ്രാൻഡിന്റെ വളർച്ചയിൽ ഇപ്പം ഭയങ്കര ലോക്കലി ബിസിനസ് ചെയ്യുന്ന ബ്രാൻഡാണ് പെനി. ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു സൈക്കിളിൽ വളരെ ലോക്കലായിട്ടുള്ള ഏരിയകളിൽ മാത്രം അല്ലെങ്കിൽ ശനിയും ഞായറും മാത്രം ബിസിനസ് നടക്കുന്നൊരു ബിസിനസ്സായിരുന്നു. അവിടെ നിന്ന് നമ്മൾ വരുന്നത്, നമ്മൾ ഷോപ്പ് തുടങ്ങിയ ആ മൊമെൻറ്റ് മുതൽ ഷോപ്പ് എപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നു, ഇപ്പോൾ രാവിലെ ഒരു 11 o'clock തുടങ്ങുന്നു, രാത്രി ഒരു 11 o'clock വരെ ഉണ്ടെങ്കിൽ ഈ 11 to 11 ടൈമിൽ ഫുൾ ടൈം കച്ചവടം നടക്കുന്ന ഒരു ഷോപ്പിലേക്ക് നമ്മളൊരു മാറ്റം വരികയാണ്. ഇതിൽ ബ്രാൻഡിങ്ങിന് വളരെ വലിയൊരു പ്രസക്തി ഉണ്ടെന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ച സംഭാഷണങ്ങളിലെല്ലാം തന്നെ എനിക്ക് മനസ്സിലായി. പുന്നുസുട്ടിക്ക് അങ്ങനെ ഒരു വിഷൻ ഉണ്ടായിരുന്നുവെന്ന്.
ഒരു ബ്രാൻഡിങ്ങിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലോഗോസ്, കളർ പാലറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ബ്രാൻഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് എത്രത്തോളം പ്രസക്തിയുണ്ട്? ഇപ്പം ഞാൻ റീസെൻ്റ് ഒരാളോട് സംസാരിച്ചപ്പം പുള്ളി പറഞ്ഞു സ്റ്റോറി ഉണ്ടെങ്കിൽ ഭയങ്കര കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ സ്റ്റോറി ഇപ്പം ബ്ലൂ കളർ ഇടാനുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ 97-ൽ നമ്മളൊരു മധുരൈ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ഫാക്ടറി കൊണ്ടുവരുന്നത്. അന്ന് ചെയ്ത കളർ എന്ന് പറയുന്നത് ബ്ലൂ ആ. അതിന് കുറച്ചും കൂടെ ഡെപ്ത് കൂട്ടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പം നമ്മൾ കളർ ഡിസൈൻ ചെയ്യാൻ പോയപ്പോൾ നമ്മൾ ആകപ്പാടെ പറഞ്ഞ കളർ ബ്ലൂ കളർ വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അവരാണ് പിന്നീട് ആ ഒരു പ്രോഡക്റ്റിനെ അങ്ങനെ നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പം ബ്രാൻഡിന് എപ്പോഴും ആ കളറായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഡിസൈൻ ചെയ്യുന്ന, നമ്മളിപ്പം ഡിസൈൻ ചെയ്യാൻ കൊടുത്ത സ്ഥലം നമുക്ക് അന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അന്ന് നമ്മൾ അവർ ഡിസൈനിന് വേണ്ടി നമ്മളോട് പറഞ്ഞ വാല്യൂ ഇന്ന് പോലും അത്രയും വാല്യൂ ഇല്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ കൊടുക്കുന്നത്. അന്ന് നമുക്ക് ആ ഒരു നല്ലൊരു ഡിസൈൻ വേണം, അല്ലെങ്കിൽ നന്നായി വരണം എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഇന്നും ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് 2015-ലൊന്നും അങ്ങനെ ഒരു തോട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. സൈക്കിളിൽ പോകുന്ന ബ്രാൻഡിന് എന്തിനാ ഇപ്പം ഞാൻ ഡിസൈൻ ചെയ്ത എമൗണ്ട് പറഞ്ഞാൽ ആ സൈക്കിളിൽ പോകുന്ന എന്തിനാ ബ്രാൻഡ് അങ്ങനെ ചെയ്യുന്നതെന്ന് എല്ലാവരും ചിന്തിക്കും. ഇന്ന് പോലും അത്ര എമൗണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ അത്രയും കൊടുത്താണ് അതവിടെ ചെയ്ത് മേടിച്ചത്. ഒരു കസ്റ്റമറിനെ റിട്ടേൺഷിപ്പാണ് ഇത്തരത്തിലുള്ള ബ്രാൻഡുകളെ പിടിച്ചു നിർത്തുന്നത്. ഒരു തവണ കഴിച്ചു ആൾ പോയി പുതിയൊരു കസ്റ്റമറെ കിട്ടുന്നതിനേക്കാളും ഓൾറെഡി ഉള്ള കസ്റ്റമർ 2-3 തവണ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾക്ക് അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ്സിൽ കച്ചവടത്തിന് ഭയങ്കര ഒരു പ്രസക്തി വരുന്നത്. ആ ഒരു ആസ്പെക്റ്റിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് എത്രത്തോളം കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഒരു തവണ വന്നാൽ മതി. ഇപ്പം പപ്പ പണ്ട് പറയുന്നത് കഴിച്ചു നോക്കിയിട്ട് പൈസ തന്നാൽ മതി എന്നാ. അതായത് കഴിച്ചിട്ട് പൈസ തന്നാൽ മതി. അതേ ഒരു തവണ വന്ന് ടേസ്റ്റ് ചെയ്താൽ മാത്രം മതി പിന്നീട് നമ്മുടെ കസ്റ്റമറായി മാറുകയോ ചെയ്യുന്നത്. നമ്മൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റി ഒന്നും കൂടെ ബെറ്റർ ആക്കാൻ മാത്രമേ പോകുന്നുള്ളൂ. അല്ലാതെ ക്വാളിറ്റി ഒരിക്കലും കുറച്ച് പുറകോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഇപ്പം 5 രൂപയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ആ പ്രോഡക്റ്റിൽ നമ്മൾ നാച്ചുറൽ കളറും നാച്ചുറൽ ഫ്ലേവേഴ്സുമാണ് നമ്മളവിടെ കൊടുക്കുന്നത്. 5-ൻ്റെ മാത്രം. 5-ൻ്റെ അത് സ്റ്റേറ്റ് മാറുമ്പോൾ അത് 10 രൂപയായി മാറി. പക്ഷേ നമ്മൾ ആ ഒരു പ്രോഡക്റ്റിൽ നാച്ചുറൽ കളർ പ്ലസ് നാച്ചുറൽ ഫ്ലേവേഴ്സാണ് അതിൽ തന്നെ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അത് നമ്മൾ ആദ്യം തുടങ്ങി അല്ലെങ്കിൽ പോലും പിന്നീട് നമ്മൾ അതിലോട്ടാണ് നമ്മുടെ ഫോക്കസ് വരുന്നതും നമ്മൾ ചെയ്യുന്നതും. ഈ ക്രീമിലോട്ട് വന്നപ്പോൾ നമ്മൾ മിൽക്ക് പ്ലസ് കൗ ബട്ടർ എന്നുള്ളത് സ്റ്റിക്ക് ഓൺ ചെയ്തു. അപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെറിയ രീതിയിലുള്ള പ്രൈസ് റേഞ്ച് നമുക്ക് അവിടെ വരും. ഇപ്പം ബട്ടറിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറിയതായിട്ട് പ്രൈസ് ഹൈക്കാവും. അപ്പോഴും എനിക്ക് മനസ്സിലാകുന്നത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഫുഡ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ്. അതെ. ഞാൻ പലപ്പോഴും പെനിയിൽ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, 2 പേരായിരിക്കും അവിടെ സ്റ്റാഫ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ 2 പേരും ഭയങ്കര ചിരിച്ച് പ്ലസൻ്റായിട്ട് നമുക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരും. നല്ല മിടുക്കരായ പിള്ളേരാണ് പെനിയിൽ നമ്മൾ മിക്കപ്പോഴും കണ്ടിരിക്കുന്ന സ്റ്റാഫ്. ഒരു സ്റ്റാഫ് ചിരിച്ച് മിണ്ടിയാൽ തന്നെ നമുക്ക് പകുതി സന്തോഷം നമുക്ക് തോന്നും. ഇത്തരത്തിലുള്ള സ്റ്റാഫിൻ്റെ ട്രെയിനിങ് അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ മാനേജ്മെൻറ്റ് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നത്? സ്റ്റാഫിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് മൊത്തം വൈഫാണ് മാനേജ് ചെയ്യുന്നത്. അവർ ടീമുണ്ട്. അവർ ഒന്നും കൂടെ ഇപ്പം നമ്മൾ പറയുമ്പം ശരിയെന്ന് നമ്മൾ പറയുന്നതിന് നമുക്ക് കുറച്ചും കൂടെ ഇനിയും ഡെവലപ്പ് ആകാനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇനിയും നമ്മളെല്ലാത്തിലും അതെ നമ്മളിപ്പോഴും പ്രോഡക്റ്റിൽ പോലും ഇനി എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഒരിക്കലും ചെയ്തതിൻ്റെ പുറകോട്ട് ഇന്നിപ്പം ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിൽ പോലും നമ്മൾ എൻഡ് ചെയ്യുന്നത് ഇപ്പം നിൽക്കുന്ന ഈ സമയത്ത് പോലും നമ്മൾ എന്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആ പ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിൻ്റെ അകത്തും. അതുപോലെ ഇപ്പം പണ്ട് നമ്മൾ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും കിട്ടിക്കൊണ്ടിരുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ഐസ് ക്യാൻഡീസ്. പക്ഷേ നമ്മളത് ഷോപ്പിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി റേറ്റിൽ ഭയങ്കര വ്യത്യാസം വരും. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഷോപ്പിൻ്റെ റെൻ്റ്, 2 സ്റ്റാഫിൻ്റെ സാലറി, ഇങ്ങനെയുള്ള മൊത്തത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് വരുമ്പോൾ സ്വാഭാവികം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കൂടും. ഇതൊരു കൺസേൺ ആയിട്ട് ബയേഴ്സിന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ റീസെൻ്റ്ലി ക്രീം ബേസ്ഡ് നമ്മളൊന്ന് പ്രൈസ് ഹൈക്ക് ചെയ്തു. ഓട്ടോമാറ്റിക്കലി ചെറിയ രീതിയിൽ പറയുന്നുണ്ട്. എന്നാലും
മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരിക്കലും കുറയുന്നില്ല. ചിലപ്പം 4 എണ്ണം മേടിച്ചുകൊണ്ടിരിക്കുന്നവർ ചിലപ്പം 2 എണ്ണോ അല്ലെങ്കിൽ 3 എണ്ണോ ആയി ചിലപ്പോൾ മാറാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതും നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പം ഈ കോവിഡിന് ശേഷം ഇത്തരത്തിലുള്ള ഫുഡ് കൗണ്ടേഴ്സ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന നമ്മളെ ആകർഷിക്കുന്ന ഫുഡ് കൗണ്ടേഴ്സ് ഒരുപാട് നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ നിന്ന് അത് പല പല നാടുകളിലേക്ക് അതിൻ്റെ ഫ്രാഞ്ചൈസി ആയിട്ടും അല്ലെങ്കിൽ അവരുടെ തന്നെ ഡയറക്റ്റ് ഷോപ്പായിട്ടൊക്കെ വികസിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രാൻഡുകളുടെയൊക്കെ പ്രൊമോഷണൽ വീഡിയോസിൻ്റെ കീഴെ എപ്പോഴും കാണുന്ന ഒരു കമൻറ്റാണ്, പുതിയ ജനറേഷനെ മധുരം കൊടുത്ത് കൊല്ലുകയാണ്, പുതിയ ജനറേഷനെ പ്രിസർവേറ്റീവ്സ് കൊടുത്ത് കൊല്ലുകയാണ്, അവർക്ക് ഫ്യൂച്ചറിൽ വലിയ അസുഖങ്ങളിലേക്ക് തള്ളിവിടുകയാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്കും വലിയൊരു ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ ഇപ്പം നമ്മൾ കടകളിൽ നമ്മളിപ്പോൾ പേട്ടക്കടയൊക്കെ പോയി കഴിഞ്ഞാൽ പെനിയുടെ മുന്നിൽ നിൽക്കുന്ന തിരക്ക് നമ്മൾ ഡെയിലി കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു പുതിയ ജനറേഷനെ നമ്മളും അവരുടെ ഹെൽത്തിനെ കളയുന്ന രീതിയിൽ പ്രൊഡക്റ്റ് ഇറക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട് നാട്ടുകാർക്കിടയിൽ. ആ ഒരു ചോദ്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? നമ്മൾ അതിനും 0 ഷുഗർ എന്നുള്ള സാധനം നമ്മൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമ്മൾ R&D നടക്കുന്നുണ്ട്. 0 ഷുഗർ അല്ലെങ്കിൽ അവിടെ എന്ത് ഷുഗർ അല്ലാതെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നതിനെ കുറിച്ച് അവിടെയും നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ. അപ്പോൾ ഫ്രൂട്ടിൻ്റെ അകത്ത് നമ്മൾ ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ എടുക്കുന്നുള്ളൂ. ഫ്രൂട്ട് അല്ലാതെ ഒരു സാധനം നമ്മൾ അതിൽ വേറെ ആഡ് ഓൺ ഒന്നും നമ്മൾ അതിൽ ചെയ്യാറില്ല. ഇപ്പോൾ പൾപ്പി ഓറഞ്ച് ആയിക്കോട്ടെ, ഇപ്പോൾ സ്ട്രോബെറി ആയിക്കോട്ടെ, ഗ്രേപ്പ് ആയിക്കോട്ടെ, ട്രോപ്പിക്കൽ ഗ്രേപ്പ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. അതെല്ലാം റിയൽ ഗ്രേപ്പ് തന്നെയാണ് നമ്മളവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൾപ്പായിട്ട് മേടിക്കുന്നില്ല, ഫ്രൂട്ടായിട്ട് മേടിക്കുക. അതെ അതെ. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വാളിറ്റി ഉറപ്പ് വരുത്തി മേടിക്കാൻ സാധിക്കുന്നുണ്ട് 100%. ഇപ്പം ബ്ലൂബെറി ആയിക്കോട്ടെ, റാസ്ബെറി ആയിക്കോട്ടെ, അതെല്ലാം ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്നതാണ്. നമ്മളതെല്ലാം എടുത്ത് നമ്മുടെ രീതിയിൽ നമ്മളത് പ്രോസസ്സ് ചെയ്ത് അതിനൊരു പ്രോസസ്സുണ്ട്. അത് നമ്മൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ബൾക്ക് വരുന്ന പ്രോഡക്റ്റുകളുടെ അകത്തെല്ലാം നമുക്ക് ഒന്നും കൂടെ സ്ക്രീനിങ് ഇനി എങ്ങനെ കൂട്ടാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പപ്പ എന്നാ പറഞ്ഞു, ഈ പപ്പ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് പൊതിഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നൊരു സാധനമാണ് ഇത്. ഇപ്പം പുന്നൂസൂട്ടി വന്നപ്പോഴേക്കും വലിയൊരു ഔട്ട്ലെറ്റ്, ആ ഔട്ട്ലെറ്റിൽ 2 സ്റ്റാഫ് നിന്ന് വേണ്ട സാധനങ്ങൾ ബില്ല് ചെയ്തിട്ട് എടുത്തു കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റി. പപ്പയ്ക്ക് അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൗഡാണ്, ഒരു സന്തോഷമാണ്. തീർച്ചയായിട്ടും. പപ്പ ഇതിനെ എങ്ങനെ നോക്കിക്കണ്ടു? പപ്പ എന്നാ പറഞ്ഞു? പപ്പ സന്തോഷമാണ്. പപ്പ ഇപ്പം കുറിച്ചിയാണ്, കുറിച്ചിയിൽ ഔട്ട്ലെറ്റ് ഉണ്ട്, കോട്ടയം ഉണ്ട്, ഏറ്റുമാനൂരുണ്ട്, ചങ്ങനാശ്ശേരി ഉണ്ട്, തിരുവല്ല ഉണ്ട്. അത് പപ്പ ഞങ്ങളിപ്പം പപ്പ താമസിക്കുന്നത് ഇപ്പോഴും കുറിച്ചി തന്നെയാണ്. പപ്പ ഏറ്റുമാനൂർ, കോട്ടയം, കുറിച്ചിയൊക്കെ പപ്പ തന്നെയാണ് നോക്കുന്നത്. പപ്പ പോകാറുണ്ട്. നമുക്കൊരു SOP ഉണ്ട്, അത് വെച്ചാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പപ്പ വിസിറ്റ് ചെയ്യാറുണ്ട്. എന്ത് സന്തോഷമാണല്ലേ അദ്ദേഹത്തിന്. കാരണം ഇടയ്ക്ക് വരാറുണ്ട്. ആണല്ലേ എന്നുവെച്ചാൽ ഒരു കാലഘട്ടം വരെ അദ്ദേഹം ഉണ്ടാക്കിയ ഐസ്ക്രീംസ് സൈക്കിളിൽ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി മണിയൊക്കെ അടിച്ച് പോയിക്കൊണ്ടിരുന്ന പ്രൊഡക്റ്റ് ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ വന്ന് ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, അഭിമാനമൊക്കെ തീർച്ചയായിട്ടും. ഇടയ്ക്ക് കമ്പനിയിൽ വരാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. വരാറുണ്ട്. അത് അന്ന് വരുമ്പോ എല്ലാരും അലേട്ടാ. എല്ലാവർക്കും ഒരു പേടിയുണ്ടല്ലേ? പപ്പായ്ക്ക് അറിയാവുന്ന സ്റ്റാഫുകൾ കുറച്ച് പേരുണ്ട്. നമ്മൾ കുറിച്ചിന്ന് വന്നത് 2023 നമ്മൾ നെല്ലാട് വരുന്നത്. അതുവരെയും കുറിച്ചി തന്നെയായിരുന്നു. അപ്പോൾ കുറച്ച് ഒരു 8, 10, 12 പേര് കൂടെ ഇങ്ങ് പോന്നു. അല്ല, അവിടെയുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാം പപ്പായ്ക്ക് അറിയാം കറക്റ്റായിട്ട്. ഇന്ന് നമ്മൾ എറണാകുളത്ത് ഒറ്റ ഷോപ്പിൽ തുടങ്ങിയതാണ്. ഇന്ന് നമുക്ക് ടോട്ടൽ എത്ര ഷോപ്സ് ഉണ്ട്, എവിടെയൊക്കെയാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണുള്ളത്? ഇപ്പം നമ്മൾ കേരളമുണ്ട്, ബാംഗ്ലൂരുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, പ്ലസ് തെലുങ്കാനയുണ്ട്. 4 സ്റ്റേറ്റിലുണ്ട്. ചെന്നൈ ഉണ്ട്. ഓക്കെ. അതിൽ ആന്ധ്രാപ്രദേശ് വരുവാണ്, കമ്മിങ് സൂൺ ആണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ഔട്ട്ലെറ്റ്സ് ആയി? ഇപ്പൊ 100+ കഴിഞ്ഞു. 100-ലധികം ഔട്ട്ലെറ്റ്സ് ആയി. അതെ. ആഹാ, അടിപൊളി. നമ്മളിങ്ങനെ ശരിയാ, അത്ര എവിടെ പോയാലും ഇപ്പൊ ഒരു പെനിയുണ്ട്. പെനി കാണാതെ നമുക്ക് വയനാടില്ല, വയനാട് വരുന്നുണ്ട്. പ്ലസ് നമുക്ക് ആലപ്പി സെൻട്രലില്ല, ആലപ്പി സെൻട്രലിലും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. നോക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ നമ്മുടെ ബിസിനസ് മോഡൽ ഫ്രാഞ്ചൈസി ആണോ അതോ നമ്മൾ ഡയറക്റ്റ് ഷോപ്പാണോ? പെനിയായിട്ട് ഇപ്പോൾ നാളെ ഒരാൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഫ്രാഞ്ചൈസി കൊണ്ട് ചെയ്യുന്നുണ്ട്, കമ്പനി ഓൺ ഔട്ട്ലെറ്റും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്താണോ ബെറ്റർ ആയിട്ട് വരുന്നത് നമ്മളത് നോക്കി ചെയ്തു പോകാറുണ്ട്. ഓക്കെ. അപ്പം നല്ല ബിസിനസ് നന്നായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. എന്താ ഇനി നമ്മുടെ ഫ്യൂച്ചർ? നമ്മൾ ഒരു ടാർഗറ്റ് ഇട്ടിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സ്ഥലം. അതിലുപരി നമ്മുടെ ഒരു വിഷൻ എന്ന് നമ്മൾ കൊടുക്കുന്നത് നല്ല പ്രോഡക്റ്റുകൾ എല്ലാവരും കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു
2015 വിഷൻ. അതെ, എന്നും നമ്മുടെ വിഷൻ അത് തന്നെയാണ്. എല്ലാവരും ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് കഴിക്കുക, ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ. ഇതാണ് നമ്മുടെ ഒരു വിഷൻ. അപ്പം എല്ലാവരും കഴിക്കുക എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വളരുക എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ ആവാം. അതെ, അങ്ങനെ തന്നെ ആവട്ടെ. തീർച്ചയായിട്ടും. അപ്പം 97 തുടങ്ങിയൊരു ബ്രാൻഡ് പെനി. അതെ. അവിടെ നിന്ന് പയ്യെ പയ്യെ ആ കുടുംബം വളർന്നു. അവിടേക്ക് 2015 പെനിയുടെ ഒരു ഭാഗമായിട്ട്, മുഴുവൻ സമയ ഭാഗമായിട്ട് പുന്നൂസൂട്ടി വന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ബ്രാൻഡ് ഏകദേശം, പെനി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഏകദേശം 28 വർഷമായി. 10 വർഷത്തോളമായി ആ ബ്രാൻഡൊപ്പമുള്ള യാത്ര തുടങ്ങിയിട്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിലെ ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ് എന്തായിരിക്കും? ഒന്നാമത്തെ പ്രൗഡ് മൂമെന്റ് നമ്മൾ പറയുന്നത് തന്നെ നല്ല പ്രോഡക്റ്റുകൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് തന്നെ വലിയ പ്രൗഡ് മൂവ്മെന്റ് തന്നെയാണ്. അത് പെനിയെക്കുറിച്ച് തന്നെ. പ്ലസ് നമുക്ക്, അതായത് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 2012 നമ്മൾ 2011 ഒരു സ്റ്റാഫ് നമ്മളോട് അടുത്ത് ജോയിൻ ചെയ്യുന്നത്. 2012 ആയപ്പോൾ അത് സെക്കൻഡ് സ്റ്റാഫായി. 3, 4, 13, 14, 15 കഴിഞ്ഞിട്ടാണ് നമ്മൾ, എനിക്ക് തോന്നുന്നു 2-3 സ്റ്റാഫും കൂടെ ഇനി ജോയിൻ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് അറൗണ്ട് 300+ സ്റ്റാഫ് നമ്മളോടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓ അടിപൊളി, 300 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അതെ, പെനിയിൽ ഡയറക്റ്റോ ഫാക്ടറിയിലും എല്ലാം കൂടി നമുക്ക് പെനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ എണ്ണം നമുക്കൊരു 300 സ്റ്റാഫിന്റെ മേളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഒരു പ്രൗഡാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം അത്രയും പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവരെല്ലാവരും എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ഡേ 1 തൊട്ടുള്ള സ്റ്റാഫുകൾ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്കൊരു വലിയൊരു പ്രൗഡ് മൂവ്മെന്റ് തന്നെയാണ്. ആരും എൻ്റെ കൂടെ വന്നിട്ടുള്ള 1, 2, 3 പേരല്ലാതെ ഒഴിച്ചൊന്നും, നമുക്ക് നേരിട്ടറിയാവുന്ന 2-3 പേരല്ലാതെ ഒഴിച്ചു അങ്ങനെ ആരും മെയിൻ സ്ട്രീമിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പോയിട്ടില്ല. അത് തന്നെ കൂടെയുള്ള ആൾക്കാരെന്നും ടീം ഞാൻ എപ്പോഴും അഡ്രസ്സ് ചെയ്യാറുള്ളത് തന്നെയാണ്. ടീമെന്ന് പറയുന്നത് നമുക്കൊരു കോർ ടീമുണ്ട്, അതിൻ്റെ താഴെ ഒരു ടീമുണ്ട്. അവരെല്ലാവരും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ജോയിൻ ചെയ്ത് നമ്മൾ കൂടുതലായിട്ട് ഇടപെടുന്ന ആൾക്കാരാണ് എങ്കിൽ അവരാരും തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകത്തില്ല. കാരണം നമ്മൾ അവരെല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഒരു ഒരു ഫാമിലിയാണ് എല്ലാവരും. ഞാൻ എൻ്റെ ഒരു ഐഡിയ കൊണ്ടോ നമ്മുടെ മാത്രം ഒരു ഐഡിയ കൊണ്ടോ ഇതൊരിക്കലും നമുക്ക് ഇവിടം വരെ എത്താൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല. അതിൻ്റെ കൂടെ വലിയൊരു ടീമുണ്ട്, ഒരു 6 പേര് മെയിൻ ടീമുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും, ഇപ്പം നമ്മൾ അതിൽ നിന്ന് വന്നപ്പം എല്ലാവരും 24/7 വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പം 100+ ഔട്ട്ലെറ്റ് എന്ന് നമ്മൾ പറയുന്ന ഔട്ട്ലെറ്റോട്ട് നമ്മൾ എത്തിയേക്കുന്നത് തന്നെ. 300 പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നു. എല്ലാവരുടെയും, ഞാൻ ഒരാളുടെ മാത്രമായിട്ട് പേരെടുത്ത് പറയുന്നില്ല, അവരുടെ എല്ലാവരുടെയും ഒരു വർക്ക് ചെയ്ത എഫേർട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു റീസൺ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. പിന്നെ പെനിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു പെനി എന്നുള്ളതാണല്ലോ പേര് എല്ലാവരും അറിയുന്നത്. ഇപ്പം നമുക്ക് വേറെയും ബ്രാൻഡ് ഉണ്ടെങ്കിൽ പോലും പെനി എന്നുള്ള പേരാണ് നമുക്ക് അഡ്രസ്സ് ചെയ്ത് വരുന്നത്. അപ്പം നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട്, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് കൊണ്ടുവരാൻ പറ്റുന്നത്. ആ സ്റ്റോറിയിൽ നിന്നാണ് ഇപ്പോൾ പപ്പ ആ പ്ലാന്റിന്റെ ഇതിൽ ബ്ലൂ കളർ അടിച്ചുകൊണ്ടാണ് നമ്മൾ അതെ കണ്ടിന്യൂറ്റി തുടങ്ങി വരുന്നത്. നമ്മൾ അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, ഇടുന്നു. ആ പേരിന് ഒപ്പം നമ്മൾ കളർ പാലറ്റ് പറയുമ്പോൾ കളറ് നമുക്ക് ബ്ലൂ കളർ വേണമെന്ന് നമ്മൾ പറയുന്നതും അതിൽ നിന്നാണ്. അപ്പോൾ എപ്പോഴും അന്നും നമ്മുടെ ബോക്സിൽ എഴുതുന്നത് റെഡ് ബോർഡർ കൊടുക്കും, വൈറ്റ് കൊടുക്കും, ബ്ലൂ കളർ കൊണ്ട് ഇത് എഴുതും. പെനി ഐസ് പ്ലാന്റ്, മന്ദിരം കുറിച്ചി, ലൈസൻസ് നമ്പർ, ഒരു കോർണറിൽ 100% ഷുഗർ എഴുതുന്നത് ഈ 3 കളറാണ്. ആ 3 കളർ തന്നെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചത്. അത് ആ ലെഗസി അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ തീർച്ചയായിട്ടും. ഇടയ്ക്ക് നമ്മൾ വേറൊരു കളറ് എഴുതിയെങ്കിൽ പോലും പിന്നെയും പപ്പായ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അന്ന് തന്നെ മാറ്റി പിന്നീട് അത് തന്നെയാണ് നമ്മൾ. അതെ, നമ്മൾ ഈ കാലാധീനപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ വംശനാശം വന്നു പോകുന്നു എന്നൊക്കെ പറയുന്ന കുറേ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അതുപോലെ വംശനാശം വന്ന് പോകേണ്ടിയിരുന്നൊരു ബിസിനസ്സായിരുന്നു ശരിക്കും ഈ ക്യാൻഡി എന്ന് പറയുന്ന ബിസിനസ്. കാരണം ഒരുപാട് ആളുകൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകും. ഇത് വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണോ ഉണ്ടാക്കുന്നത്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ മേടിക്കുമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് അത് മേടിച്ചു കൊടുക്കാൻ നമ്മളൊന്ന് മടിക്കും. ആ സമയത്തും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ കുറിച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ 1-2 പഞ്ചായത്തുകളിൽ നമ്മളെ പറ്റി നമുക്ക് അറിയാം. നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്ലാന്റ് കിടക്കുന്നത്. അത് ഓപ്പൺ ആയിരുന്നു പണ്ട്. പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഓപ്പണായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു
400 അല്ലെങ്കിൽ 600 700 സ്ക്വയർ ഫീറ്റിൻ്റെ അകത്താണ് നമ്മൾ ഈ പ്ലാന്റ് ഇരിക്കുന്നത്. അത് മുന്നോട്ട് വന്നപ്പോൾ അത് കുറച്ച് വലുതാക്കി നമ്മൾ അതിന് ശേഷമാണ് നെല്ലാടിലോട്ട് കിൻഫ്ര. ഇപ്പം നമ്മൾ ഫാക്ടറി ഇരിക്കുന്നത് മൂവാറ്റുപുഴ കിൻഫ്ര പാർക്കിലാണ് നമ്മുടെ ഫാക്ടറി വരുന്നത്. ഒരു ഫാക്ടറിയുടെ വർക്കും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പം ഞാൻ പറഞ്ഞതാണ്, വംശനാശം വരേണ്ടിയിരുന്നൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് അതിന് വേറൊരു മുഖമുണ്ടെന്ന് തിരിച്ചറിയുകയും ആ ഒരു മുഖം അല്ലെങ്കിൽ ആ ഒരു ഫേസ് ഇംപ്ലിമെന്റ് ചെയ്യുകയും ഇന്ന് ആ ഒരു ബിസിനസ് മോഡല് കേരളത്തിൽ പോപ്പുലർ ആക്കുകയും ഒരുപാട് പേർക്ക് പ്രചോദനമാവുകയും ചെയ്തൊരു ഒരുപാട് പേര് അതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതെ, നമുക്കൊന്ന് യുണീക്കായി നിൽക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അത് നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, അതെപ്പോഴും ഫസ്റ്റ് കമർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായിട്ടും. അതെപ്പോഴും പിന്നീട് ഇതിനെല്ലാം ഉപരിയാണെങ്കിലും പ്രോഡക്റ്റ് കൊടുക്കുന്നത് മോശമാണെങ്കിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് മോശമാക്കി പോയാലും ഇത് ബാധിക്കില്ല. അപ്പം പുന്നുസുട്ടി പറഞ്ഞതുപോലെ നല്ല ഭക്ഷണം എല്ലാവരും കഴിക്കണം. അങ്ങനെയാണെങ്കിൽ പെന്നി ഐസ് ക്യാൻഡി എല്ലാവരും കഴിക്കണമെങ്കിൽ ലോകം മുഴുവൻ വളരണം. അപ്പോൾ ഈ ഹോട്ട് സീറ്റിൽ എനിക്ക് ഒരിക്കൽ കൂടി വരണം. അന്ന് വരുമ്പോൾ എല്ലാവരെയും കഴിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് 100 എന്നുള്ളത് 1000 ഔട്ട്ലെറ്റായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എവിടെ ചെന്നാലും മലയാളികൾക്ക് നൊസ്റ്റാൾജി ആയിട്ട് പെനി കിട്ടുന്ന രീതിയിലേക്ക് ആ ബ്രാൻഡ് വളരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. വളരെയധികം സന്തോഷം. താങ്ക് യു. ശരി. നമ്മൾ വളരെ കുറച്ച് നാളായുള്ളൂ പെനി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കണ്ടു തുടങ്ങിയിട്ടില്ല, ഇത്ര പോപ്പുലറായിട്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു കോവിഡിന് ശേഷം ഉണ്ടായി വന്ന ഒരു ബ്രാൻഡ് എന്ന്. എന്നാൽ 28 വർഷത്തെ ചരിത്രമുണ്ട് പെനി എന്ന് പറയുന്ന ആ ഐസ് ക്യാൻഡിക്ക്. ആ ചരിത്രമാണ് ഇന്ന് നമ്മളിലൂടെ കേട്ടത്. പലപ്പോഴും പലർക്കും സംശയം തോന്നുന്ന, നമ്മുടെ കുട്ടികൾക്ക് ഇത് മേടിച്ചു കൊടുക്കാൻ നല്ലതാണോ എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നും ധൈര്യമായി നിങ്ങൾ വാങ്ങിച്ചു കഴിച്ചോളൂ എന്ന് ഉറപ്പ് തരികയാണ് ആ ബ്രാൻഡിൻ്റെ സാരഥി. നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വ്യക്തിയുമായിട്ട് കാണും വരേക്കും. നന്ദി.